കറണ്ട് അഫയേഴ്സ് അനാലിസിസിലേക്ക് സ്വാഗതം. 11-ാം തീയതി ഓഗസ്റ്റ് 11 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്ന. ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ഡൗൺ ടു എർത്ത് അടക്കമുള്ള PIB അടക്കമുള്ള ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള പത്രങ്ങളുടെ കറണ്ട് അഫയേഴ്സ് ചർച്ച ചെയ്യുന്നു. എഡിറ്റോറിയൽ സെക്ഷൻ, ഹിന്ദു മുൻപോട്ടേക്ക് വെച്ചിട്ടുള്ള എഡിറ്റോറിയൽ കാലിക പ്രസക്തമായ ഒരു എഡിറ്റോറിയലാണ്. അണ്ടർമൈനിങ് ജസ്റ്റിസ്, കോടതികളിലും ട്രിബ്യൂണൽസിലുമുള്ള വേക്കൻസീസ് എത്രയും പെട്ടെന്ന് നികത്തണം, അതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കമന്റ് അടക്കം ഹിന്ദു എഡിറ്റോറിയൽ നൽകിയിരിക്കുന്നത്. 240 വേക്കൻസീസും ഇമ്മീഡിയറ്റ് ആയിട്ട് നികത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയിൽ മാത്രം ഏതാണ്ട് 455 വേക്കൻസീസ് ഉണ്ട്. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണല്ലോ. അപ്പൊ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഒരു ആവശ്യത്തിന് ജഡ്ജിമാരില്ലാത്ത അവസ്ഥ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. A two-judge bench has noted that the center's delay in making appointments to high courts is adversely affecting the adjudication of commercial disputes. അപ്പോൾ അത് കൊമേഴ്ഷ്യൽ ഡിസ്പ്യൂട്ട്സിന്റെ അഡ്ജുഡിക്കേഷനെയും ബാധിക്കുന്നു എന്നുള്ളതും ഹിന്ദു ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇത്തരം ട്രൈബ്യൂണൽസ് പലതും ഗവൺമെന്റുകൾ സെറ്റപ്പ് ചെയ്യുമെങ്കിലും ആ ട്രൈബ്യൂണൽസിൽ ഒന്നും തന്നെ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. കറണ്ട് അഫയേഴ്സ് നമുക്ക് സ്റ്റാറ്റിക് പോർഷൻസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ. അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്? ആർട്ടിക്കിൾ 124(2) പറയുന്നുണ്ട്, പ്രസിഡന്റ് ഷാൽ അപ്പോയിന്റ് ദി ജഡ്ജസ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് സച്ച് എ നമ്പർ ഓഫ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് എന്നുള്ളത്. അപ്പോ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റാണ്. ജഡ്ജസ് കേസിലുമൊക്കെ ഒരു സുപ്രീം കോടതി ഒരു കൊളീജിയം ഉണ്ടാക്കിയ കൊളീജിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊളീജിയം എക്സിക്യൂട്ടീവിനോട് അല്ലെങ്കിൽ ലോ മിനിസ്ട്രിക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ജഡ്ജിമാരെ നിയമിക്കുന്നത്. അപ്പോൾ ആ വിവരവും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വായിക്കുമ്പോൾ, ഈ ഒരു വാർത്ത, ഈ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ പാരലൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പൊളിറ്റി പുസ്തകം എടുത്തിട്ട് അതിൽ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരെ എങ്ങനെയാണ് നിയമിക്കുന്നത്, ഹൈക്കോടതിയിൽ എങ്ങനെയാണ് നിയമിക്കുന്നത്, ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണം. ഈ രീതിയിൽ പഠിച്ചു പോകുമ്പോൾ പാരലൽ നിങ്ങൾ സ്റ്റാറ്റിക് പോർഷൻസും കവർ ചെയ്താണ് മുൻപോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളുടെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു പ്രിപ്പറേഷൻ മുൻപോട്ടേക്ക് പോകേണ്ടത്. അടുത്തത് അൺപാക്കിംഗ് ദ റീസൈലൻസി ഓഫ് ഗ്ലോബൽ ട്രേഡ് എന്നുള്ളൊരു വാർത്ത. ഇന്ത്യയുടെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് 7.3% കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. പ്രൊട്ടക്ഷനിസ്റ്റ് റിയാക്ഷൻസ് ഉണ്ട്, നാഷണലിസ്റ്റ് ആസ്പിറേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മുൻപും ഇത്തരത്തിലുള്ള ക്രൈസിസിലൂടെ ലോകം കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ക്രൈസിസിനെ ലോകം നേരിട്ടു. എങ്ങനെയാണ് ലോകം നേരിട്ടത്? ഒന്ന്, നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഗാട്ട് അഗ്രിമെന്റ് നിലവിൽ വരുന്നുണ്ട്, ഗാട്ട് കരാർ. അത് വേൾഡ് ട്രേഡിനെ സ്വാധീനിക്കുന്നുണ്ട്. ഓയിൽ ഷോക്സ് 70-ൽ സംഭവിച്ചതിന് ശേഷം ഇന്റർനാഷണൽ എനർജി ഏജൻസി രൂപം കൊണ്ടു. അതുപോലെ 2008-ലെ സബ്പ്രൈം ലെൻഡിങ് ഇഷ്യൂ, ഫിനാൻഷ്യൽ ക്രൈസിസ് സംഭവിച്ചതിനെ തുടർന്ന് G20 ലീഡേഴ്സ് സബ്മിറ്റ് മുൻപോട്ടേക്ക് വരികയും ഗ്ലോബൽ ക്രൈസിസിനെ നേരിടുകയും ചെയ്തു. COVID-19 ശേഷം ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും മുൻപോട്ടേക്കുള്ള യാത്ര, അൺലീഷിംഗ് ട്രേഡ് പൊട്ടൻഷ്യൽ ഈസ് എക്സ്പെക്ടഡ് ടു ഹാവ് എ റിപ്പിൾ എഫക്റ്റ് ഓൺ ദ എക്കോണമി. മെർച്ചൻഡൈസ് എക്സ്പോർട്സ് ഒരു സൈഡിൽ നടക്കുന്നു, അത് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ MSME, മീഡിയം, സ്മോൾ, മൈക്രോ എന്റർപ്രണേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ പോളിസീസും അത്തരത്തിൽ തന്നെയാണ് വരുന്നത്. ഇൻസെന്റീവ് സ്കീംസ് വരുന്നു. സ്കിൽ അപ്ഗ്രഡേഷൻ, ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലേക്ക് സ്കിൽ അപ്ഗ്രഡേഷനും നടക്കുന്നുണ്ട്. മറ്റൊരു കീ ആർട്ടിക്കിള്, ഇന്നത്തെ കീ ആർട്ടിക്കിളും ഞാൻ മുമ്പ് ചർച്ച ചെയ്ത വിഷയവും ഒന്ന് തന്നെയാണ്. അത് ഈ കൊളീജിയം സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു വാർത്ത വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലേക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നത് എങ്ങനെ. ഒരുപക്ഷെ ഞാൻ പറയും, കറണ്ട് അഫയേഴ്സിൽ ഇന്ന് നിങ്ങൾ നല്ല ക്ലാരിറ്റിയോടെ പഠിക്കേണ്ട ഒരു വാർത്ത ഇതാണ്. അതുപോലെ സുപ്രീം കോടതി, ഹൈക്കോടതിയിൽ ജഡ്ജിമാരെ നിയമിക്കുന്നത് എങ്ങനെ, ആ പ്രോസസ്സ് ആർട്ടിക്കിൾ 124-ഉം 217-ഉമാണ്. ഇത് രണ്ടും നല്ല ക്ലാരിറ്റിയോടെ പഠിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു നിലയിലെത്തിയ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിന്റെ നോട്ടും തയ്യാറാക്കണം.
പലപ്പോഴും പല വിദ്യാർത്ഥികളും ഈ കറണ്ട് അഫയേഴ്സ് വായിച്ചു വിടുകയാണ്. അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. നമുക്കറിയാം ആസ്പിരൻസ് ഒക്കെ തന്നെ ഒരു ദിവസവും 10 മുതൽ 12 വരെ മണിക്കൂർ വരെ പഠിക്കുന്ന ആസ്പിരൻസ് ഉണ്ട്. അപ്പൊ അവരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ എഫേർട്ട് എഴുത്തിനാവട്ടെ പ്രിപ്പറേഷൻ ആവട്ടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ട്ബുക്ക് തന്നെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇത്രയൊക്കെ പഠിച്ചല്ലോ, ഇവിടെ വരെ എത്തിയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ഇവിടെ 1-2 ജഡ്ജസ് കേസസിനെ കുറിച്ചുകൂടെ മുമ്പ് കൊടുത്തത് തന്നെയാണ്, വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രിലിംസ് ക്രാക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെറിയ ചെറിയ ഈവൻസ് കൊടുക്കുകയാണ്. അപ്പോൾ 6th അസസ്മെന്റ് റിപ്പോർട്ടിൽ ഇറ്റ് എ ന്യൂ എലമെന്റ് ഓഫ് ഡിസ്കഷൻ ഇൻ ദ 6th അസസ്മെന്റ് റിപ്പോർട്ട് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഗ്ലേഷ്യൽ ലേക്ക് ബേസ്റ്റ് ഇന്ന് ഹിമാലയൻ റീജിയനിൽ ഒരു വലിയ ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ചൊക്കെ ചർച്ച നടന്നു. ഇന്റർനാഷണൽ ആർമി ഗെയിംസ് ടേക്ക് പാർട്ട് ചെയ്തു. ആനുവൽ റഷ്യൻ മിലിറ്ററി സ്പോർട്സ് ഇവന്റ് ആണ്. ഇന്ത്യൻ ആർമി അതിൽ പങ്കെടുക്കുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് റഷ്യയുമായിട്ട് ചേർന്നുകൊണ്ടാണ്. വാർ ഒളിമ്പിക്സ് എന്നാണ് ഈ ഇവന്റ് അറിയപ്പെടുന്നത്. കൾച്ചറുമായി ബന്ധപ്പെട്ട് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ വാർത്തയിൽ വന്നിരുന്നു. സംഗീത് നാടക അക്കാദമിയാണ് നാഷണൽ സെറ്റപ്പ് ചെയ്യുന്നത് 59-ലാണ്. 75-ൽ അതൊരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ആയിട്ട് മാറി. ഭാരത് രംഗ് മഹോത്സവ്, നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ, ഇതൊക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നതുകൂടി മനസ്സിലാക്കുക. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, ഇത് ആക്സിഡന്റൽ ഡെത്ത് ഇൻഷുറൻസ് സ്കീമാണ്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 12 രൂപയെ പ്രീമിയം ഉള്ളൂ. ആക്സിഡന്റൽ ഡെത്ത് കവറേജിന് 2 ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കും. പാർഷ്യൽ ഡിസബിലിറ്റിക്ക് 1 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടും. അതുപോലെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, ഇത് മറ്റേത് ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ആണ്. ഇത് ലൈഫ് ഇൻഷുറൻസ് കവർ. 330 രൂപയാണ് പ്രീമിയം ഒരു വർഷത്തേക്ക്. 50 വയസ്സ് വരെയുള്ള people who join in the scheme before completing 50 years can continue to have their cover up to 55 years subject to payment of premium. 18 to 50 years വരെയുള്ളവർക്കാണ്. എങ്കിൽ പോലും 50 വയസ്സിന് മുമ്പ് ചേർന്നവർക്ക് 55 വയസ്സ് വരെ ബെനിഫിറ്റ് കിട്ടും. 2 ലക്ഷം രൂപയുടെ ഡെത്ത് കവറേജ് ആണ് ലഭിക്കുന്നത്. വൈൽഡ് ഫയേഴ്സ് ഗ്രീസിൽ നടക്കുന്നു. അത് ലോകത്തെ ഭീതിയിലാഴ്ത്തുന്നു. ഗ്രീക്ക് ഫയർ ഫൈറ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവിയ എന്ന് പറയുന്ന ഐലൻഡിലാണ് പൈൻ ഫോറസ്റ്റ് കത്തി. നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ്, ഏതൻസിൻ നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ്. അതുപോലെ തന്നെ ബുഷ് ഫയേഴ്സ് ഓസ്ട്രേലിയയിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ബേസിക്സ് നമുക്കറിയാം. ഡ്രൈ ലീവ്സ്, ഷെർബ്സ്, ഗ്രാസ്, ഇതൊക്കെ കാരണമാകുന്നുണ്ട്. ഇഗ്നീഷൻ ചിലപ്പോൾ നാച്ചുറലി സംഭവിക്കാം. സ്മോക്ക് ആൻഡ് കാർബൺ ആൻഡ് റിലീസ്ഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ, അത് പലപ്പോഴും വലിയ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് റിലീസ് ചെയ്തൊരു വാർത്തയാണ്. PM പുതിയ ഉജ്ജ്വല 2.0 സ്കീം കൊണ്ടുവന്നു. ഈ സ്കീമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് മൈഗ്രന്റ് വർക്കർ ഫാമിലീസിനുള്ളതാണ്. അപ്പൊ അവർക്കൊരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടും. ഇത് ഈ കോവിഡ് കാലഘട്ടത്തിൽ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ചും മൈഗ്രന്റ് വർക്കേഴ്സ്, അവരുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ കിട്ടുന്നു എന്നുള്ളത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നല്ലൊരു കാര്യമാണ്. ഒളിമ്പ്യൻ ബാറ്റ് 2000 കിലോമീറ്റർ ട്രാവൽ ചെയ്തൊരു ഒളിമ്പ്യൻ ബാറ്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് ആ ബാറ്റ് ലണ്ടനിൽ നിന്ന് റഷ്യ വരെ ട്രാവൽ ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ജേർണി ഇതുവരെ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ക്ലൈമറ്റ് ചേഞ്ചും ഫ്യൂച്ചർ ചേഞ്ചസും ഒക്കെ ഇത്തരം സ്പീഷീസിനെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. ഇൻഡോജീനിയസ് നോളജ്, പ്രാദേശിക അറിവ് പ്രധാനമാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ നേരിടാൻ. IPCC റിപ്പോർട്ടാണ്. ഇപ്പൊ പ്രാദേശികമായ അറിവുകൾ ഉപയോഗപ്പെടുത്തണം. ട്രഡീഷണൽ നോളജ് പ്രത്യേകിച്ചും ഈ ക്ലൈമറ്റ് ക്രൈസിസിനെ നേരിടാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പെറുവിയൻ ഫിഷർമാൻ്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒരു എൽനീനോ ഒക്കെ അതൊരു ക്ലൈമറ്റ് ഫിനോമിനൻ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അത് നമ്മൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കണക്ടിങ് ദ ഡോട്ട്സ്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ഒരു കറണ്ട് അഫയേഴ്സ് വാർത്ത വായിക്കുമ്പോൾ ഈ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഓർഗനൈസേഷനെ കുറിച്ച് മനസ്സിലാക്കുക. 88-ലാണ് ഫോം ചെയ്തത്. യുണൈറ്റഡ് നേഷൻസിന്റെ എൻവയോൺമെന്റൽ പ്രോഗ്രാം ഒപ്പം വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ, അവർ രണ്ടും കൂടി ചേർന്നാണ്, ഇവർ പോളിസി മേക്കേഴ്സാണ് ഈ ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തത്.
വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷനിലുള്ള എല്ലാവർക്കും UNEP-യിലും മെമ്പർഷിപ്പ് ഉണ്ട്. സയന്റിഫിക് അസസ്മെന്റ്സിനാണ് ഉപയോഗിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ സ്റ്റെബിലൈസേഷൻ തുടങ്ങിയവയിലൊക്കെ അത്തരം കേസുകളിലൊക്കെ തന്നെ അവർ ഇടപെടുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മളിപ്പോൾ ഹിന്ദു അനാലിസിസ് എന്നുള്ളത് മാറ്റുകയാണ്, മറിച്ച് അബ്സല്യൂട്ടിന്റെ തന്നെ കറണ്ട് അഫയേഴ്സ് അനാലിസിസ് എന്നുള്ളതിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാ പത്രങ്ങളും അതിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അതുപോലെ ക്രിമിനൽ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ പബ്ലിഷ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണം, അത് ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു കാര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ വാർത്ത അബ്സല്യൂട്ടിന്റെ ടെലഗ്രാം ചാനലിലുണ്ട്, അവിടുന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓസ്ട്രേലിയ സിഗ്നൽസ് ഡെമോക്രസി ട്രേഡ്സിംഗ് ഫ്രം ചൈന ടു ഇന്ത്യ. ഓസ്ട്രേലിയ ചൈനയിൽ നിന്ന് മാറി ഇന്ത്യയുമായിട്ട് കൂടുതൽ വ്യാപാര കരാറുകളിലേക്ക് വരുന്നു. ക്വാഡില് ഓസ്ട്രേലിയയും ഇന്ത്യയും ജപ്പാനും US-ഉം മെമ്പേഴ്സാണ്. അപ്പൊ ഇതൊരു പോസിറ്റീവ് ട്രെൻഡാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇല്ലീഗൽ മൈഗ്രേഷനെതിരെ ഹോം മിനിസ്ട്രി, റോഹിംഗ്യ മൈഗ്രൻസ് ഒക്കെ കടന്നു വരുന്നതിനെതിരെ ഹോം മിനിസ്ട്രി ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. ഇന്ത്യൻ റെഫ്യൂജി ലോസ് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക, ഫോറിനേഴ്സ് ആക്ടിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക. അപ്പോൾ ഇല്ലീഗൽ മൈഗ്രേഷനെ റെസ്ട്രിക്ട് ചെയ്യുന്ന നീക്കം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇതൊക്കെയാണ് കറണ്ട് അഫയേഴ്സിലുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു.